ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ മൈക്രോ ടാസ്ക് അതുപോലെ തന്നെ ടാസ്ക് ക്യൂലൊക്കെ എങ്ങനെയാണ് ഒരു കോഡ് റൺ ആവുന്നത്, എങ്ങനെയാണ് നമ്മളെ കോൾ സ്റ്റാക്കിലേക്ക് വരുന്നത്, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഇന്നത്തോടെ നിങ്ങൾക്ക് അവിടെ എന്താണോ, അതായത് പ്രോമിസിലും അതുപോലെ തന്നെ കോൾ ബാക്കിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കോഡ് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഫംഗ്ഷൻ 1 എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഫംഗ്ഷൻ 2 ഉണ്ട്, പിന്നെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് സെറ്റ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ 1നെ കോൾ ചെയ്തത്. പിന്നെയാണ് പ്രോമിസ് വർക്കായി കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ 2 കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ചില ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, അറിയുന്നവർക്ക് ഓക്കെയാണ്, പക്ഷെ അല്ലാത്തവർക്ക് അതെന്തായിരിക്കും, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ എങ്ങനെയാണ് അത് വർക്ക് ആയത്, പിന്നെ അത് പ്രോമിസ് എങ്ങനെയാണ് സെറ്റ് ടൈം തൊട്ട് മുമ്പ് പ്രിൻ്റ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് അത് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം. മെയിൻ ഫംഗ്ഷൻ, ഫംഗ്ഷൻ 2, പിന്നെ ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ, പിന്നെ ഫംഗ്ഷൻ 1. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇന്നലെ പ്രിൻ്റ് ആയത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് എന്ത് ചെയ്യാം, ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ കോഡിൽ കാണുന്ന പോലെ നമ്മൾ ഈ കോഡിനെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ഫംഗ്ഷൻ 1 ആണ്, പിന്നെ 2 ആണ്, പിന്നെ മെയിൻ ഫംഗ്ഷനാണ് മെയിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിൽ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് അതുപോലെ ഫംഗ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യൂല, കാരണം അത് കുറേ നീണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കോൾ സ്റ്റാക്കും അതുപോലെ തന്നെ കോൾ ബാക്ക് ക്യൂവിനെ കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് കിടക്കാം. ആദ്യം ഒരു കോൾ സ്റ്റാക്ക് ക്യൂവിനെ എന്ത് ചെയ്യാം, വരയ്ക്കാം. ഓക്കെ, ഇതാണ് കോൾ സ്റ്റാക്ക് ക്യൂ. ഓക്കെ, കോൾ സ്റ്റാക്ക് ക്യൂ, കോൾ ക്യൂ എന്ന തൽക്കാലം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാസ്ക് ക്യൂ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ടാസ്ക് ക്യൂ ആണ് ഇവിടെ മെയിൻലി നമുക്ക് ടാസ്ക് ക്യൂ പറഞ്ഞ ഒരു ടാസ്ക് ക്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മൈക്രോ ടാസ്ക് ക്യൂവും കൂടി ഉണ്ടാവും. ഓക്കെ, ഇതാണ് മൈക്രോ ടാസ്ക്, ഇതാണ് ടാസ്ക് ക്യൂ അല്ലെങ്കിൽ മാക്രോ ടാസ്ക്. ഓക്കെ, ടാസ്ക് ക്യൂവും അതുപോലെ തന്നെ മാക്രോ ടാസ്ക് ഉണ്ടാവും. പിന്നെയാണ് നമുക്ക് ഒന്നും കൂടി ഉള്ളത് ഇവൻറ്റ് ലൂപ്പ്. ഓക്കെ, ദെൻ ഇവൻറ്റ് ലൂപ്പാണ് ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ഇവൻറ്റ് ലൂപ്പ്. ഓക്കെ, ഈന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എഴുതാം. ഓക്കെ, ഇതാണ് ഇവൻറ്റ് ലൂപ്പ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ വിളിക്കുന്നു. കോൾ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ വിളിക്കുന്ന ടൈമിൽ നേരെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്നുള്ള കോൾ സ്റ്റാക്കിലേക്കാണ് പോവുക. കോൾ സ്റ്റാക്കിലേക്ക് പോവും. ഓക്കെ, കോൾ സ്റ്റാക്കിലേക്ക് പോയതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, അട്ടിക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ലാസ്റ്റ് ഇൻ ഫസ്റ്റ്, ഏതാണോ ലാസ്റ്റ് വരുന്നത് അതായിരിക്കും ഫസ്റ്റ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം അത് ഓർത്ത് വെക്കുക. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയി ഒന്ന് കാണാം. ദയവ് ചെയ്ത്, വീണ്ടും ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഇത് പെട്ടെന്ന്, അതായത് ഈ വേറെ പ്രീവിയസ് വീഡിയോ ഒന്നും കാണാതെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഉപകാരപ്പെടൂല, നിർബന്ധമായി ഉപകാരപ്പെടില്ല. അതുകൊണ്ട് പറയാം, നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വീഡിയോസ് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, മെയിൻ ഫംഗ്ഷൻ. അപ്പം മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇവിടെ കോൾ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനിൽ ആദ്യം കാണുന്ന ഏതാ, മെയിൻ ഫംഗ്ഷനിലെ കൺസോൾ ഡോട്ട് ലോഗ് ആണ്. കൺസോൾ ഡോട്ട് ലോഗ് എന്തല്ല, ഈ പറഞ്ഞതുപോലെ സിങ്ക്രണസ് ആണ്, അസിങ്ക്രണസ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടാസ്ക് ക്യൂവിൽ വരും. ടാസ്ക് ക്യൂവിന് എന്ത് ചെയ്യും, നേരെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ഈ പറഞ്ഞ എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് പ്രിൻ്റ് ആവും. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എന്നുള്ള ഫസ്റ്റത്തെ ലൈൻ പ്രിൻ്റ് ആവും. കാരണം എന്താ, സിങ്ക്രണസ് ആണ്, അതിൽ യാതൊരു ബ്ലോക്കിങ്ങോ ഒന്നുമില്ല. അപ്പം പിന്നെ നേരെ മറിച്ച് അടുത്തുള്ളത് സെറ്റ് ടൈം ഔട്ടാണ്. സെറ്റ് ടൈം ഔട്ട് എന്ന് കോൾ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു വെബ് API എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. വെബ് API പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഒന്നും കൂടി പ്രോപ്പറായിട്ട് എഴുതി തരാം.
ഓക്കെ. വെബ് എ പി ഐനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് വെബ് എ പി എന്ന് വെച്ചാൽ ഒരു ബ്രൗസറിൻ്റെ കുറച്ച് ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് വെബ് എ പി എന്നുള്ളത്. ആ വെബ് എ പി ഐയിലാണ് ഈ സെറ്റ് ടൈം ഔട്ട്, അതുപോലെ തന്നെ സെറ്റ് ഇൻ്റർവെൽ, സെറ്റ് ഇമ്മീഡിയറ്റ് പറഞ്ഞ കുറച്ച് ടൈമിംഗ് ഫീച്ചറും, പിന്നെ അതുപോലെ തന്നെ എല്ലാ ബ്രൗസറിൻ്റെ എല്ലാ ഫീച്ചറും ഈ കൺസോൾ ഡോട്ട് ലോഗ് അടക്കം ഈ പറഞ്ഞ വെബ് എ പി ഐയിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്രൗസറിൻ്റെ കുറേ ഫീച്ചേഴ്സ് എന്താണ് ഈ പറഞ്ഞ വെബ് എ പി ഐയിലാണ് ഉണ്ടാവുക. വെബ് എ പി ഐനെ കുറിച്ച് കുറച്ച് ഒരു വീഡിയോ വേറെ തന്നെ ഉണ്ടാക്കി തരാം. ഓക്കെ, ഇവിടെ ഇത്ര കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ വെബ് എ പി ഐയിൽ വരുന്നത് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ഈ സെറ്റ് ടൈം ഔട്ട് എവിടെയായിരിക്കും, കോൾ സ്റ്റാക്കിലായിരിക്കും. കോൾ സ്റ്റാക്ക് ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിലിടും. കോൾ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യും, നേരെ വെബ് എ പി ഐയിലേക്കാണ്. അതായത് എക്സിക്യൂട്ട് ആവില്ല. അതിലുള്ള ഫംഗ്ഷൻ, ആ സെറ്റ് ടൈം ഔട്ട് എന്നുള്ള ഫംഗ്ഷൻ, ആ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, വെബ് എ പി ഐയിലാണ് ഉണ്ടാവുക. ആ വെബ് എ പി ഐന്ന് എടുത്ത് ആ വെബ് എ പി ഐന്ന് എപ്പോഴാണോ ടൈമിംഗ് കഴിയുന്നത് ആ ടൈമിംഗ് കഴിയുമ്പോൾ നേരെ ടാസ്ക് ക്യൂയിലേക്കാണ് ഇടുന്നത്. ഓക്കെ, ആ തൊട്ട് മുമ്പ് ഓക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ടാസ്ക് ക്യൂവിന് തൊട്ട് മുമ്പ് ഇതെന്ത് ചെയ്യും, ഇവൻറ്റ് ലൂപ്പ് നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വെബ് എ പി ഐയിലേക്ക് ഇടും. വെബ് എ പി ഐയിലേക്ക് ഇട്ടതിന് ശേഷം നേരെ പ്രോമിസിലേക്കാണ് കിടക്കുക. പ്രോമിസിൽ എന്ത് ചെയ്യുന്നു, പ്രോമിസിൽ റിസോൾവ് ആയിട്ട് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട്. അതായത് ദിസ് ഈസ് പ്രോമിസ് ഫംഗ്ഷൻ എന്ന് അതിനെ നേരെ എന്ത് ചെയ്യും, ഇവൻറ്റ് ലൂപ്പ് ആ കോഡിനെയും എടുത്തിട്ട് നേരെ എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിലും. കോൾ സ്റ്റാക്കിൽ നിന്ന് നേരെ അത് കൊണ്ടുവന്നതിന് ശേഷം വെബ് എ പി ഐയിലേക്കാണ് ഇടുക. അസിൻക്രോണസ് ഫംഗ്ഷൻ എല്ലാം വെബ് എ പി ഐയിലാണ് ഉണ്ടാവുക. ഓക്കെ, വെബ് എ പി ഐനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നതാണ്. വെബ് എ പി ഐനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, വെബ് എ പി ഐയിലാണ് പോവുക. വെബ് എ പി ഐന്ന് നേരെ പ്രോമിസിൻ്റെ ആ സമയം ആവുമ്പോൾ നേരെ എന്ത് ചെയ്യും, മൈക്രോ ടാസ്ക് ക്യൂ അല്ലെങ്കിൽ ജോബ് ക്യൂ. എന്താണ് മൈക്രോ ടാസ്ക് ക്യൂ, ജോബ് ക്യൂ പറഞ്ഞ ക്യൂയിലേക്കാണ് അതിൻ്റെ കോഡ് പോയിട്ട് നിൽക്കുക. ഓക്കെ, ഇതിൻ്റെ കോഡ് മീൻസ് ഈ സെറ്റ് ടൈം ഔട്ടിൻ്റെ കോഡ് നേരെ എന്ത് ചെയ്യും, ഇവിടെ എപ്പോഴാണോ ടൈമിംഗ്, ഇപ്പോൾ ഇവിടെ ടൈമിംഗ് ഞാൻ കൊടുത്തത് ഇവിടെ 0 സെക്കൻഡ് ആണ്. ആ 0 സെക്കൻഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കാത്തത്. ഓക്കെ, 0 സെക്കൻഡ് ആയ ഉടനെ ടാസ്ക് എന്ത് ചെയ്യും, നേരെ പോയി ടാസ്ക് ക്യൂവിലേക്കാണ് ഉണ്ടാവുക. ആ ടാസ്ക് ക്യൂവിൽ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ, അതായത് ഈ ടാസ്ക് ക്യൂവിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അടുത്ത ലൈന് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രോമിസും അതുപോലെ തന്നെ സെറ്റ് ടൈം ഔട്ടിനെയും വെബ് ആപ്പിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഈ ഫംഗ്ഷൻ 2 വർക്ക് ചെയ്യാൻ തുടങ്ങും. ഫംഗ്ഷൻ 2 കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യും, ഫംഗ്ഷൻ 2 പോവും. ഫംഗ്ഷൻ 2ലേക്ക് പോയപ്പോൾ അതും എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫംഗ്ഷൻ 2 എന്നുള്ള കോൾ സ്റ്റാക്ക് ക്യൂവിൽ പോവും. അവിടുത്തെ ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ 2 എന്ന് കൺസോൾ ഡോട്ട് ലോഗിലുണ്ട്. അത് നേരെ എക്സിക്യൂട്ട് ആവും. കാരണം എന്താ, അത് അസിൻക്രണസ് ഫംഗ്ഷൻ അല്ല, ഒരു സിൻക്രണസ് ഫംഗ്ഷൻ ആണ്. സിൻക്രണസ് ഫംഗ്ഷൻ ആകുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വെബ് എ പിൻ്റെ ആവശ്യമുണ്ടോ, കോൾ സ്റ്റാക്ക് ക്യൂവിൻ്റെ ആവശ്യമുണ്ടോ, ഒന്നിൻ്റെ ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യും, അത് കോൾ സ്റ്റാക്ക് ക്യൂവിൽ നിന്ന് നമ്മുടെ എക്സിക്യൂഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഫംഗ്ഷൻ 2. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മെയിൻ ഫംഗ്ഷൻ ആദ്യം പ്രിൻ്റ് ആയതും രണ്ടാമത് ഫംഗ്ഷൻ 2 എന്ന് പ്രിൻ്റ് ആയതും മൂന്നാമത് എന്തിനാണ് പ്രോമിസ് പ്രിൻ്റ് ആയതിന് കാരണം ഈ ഇവിടെ രണ്ടും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ ഒന്ന് ടാസ്ക് ക്യൂവിലേക്കാണ്, മറ്റേത് മൈക്രോ ടാസ്ക് ക്യൂവിലാണ്. അപ്പോൾ ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, ഈ ഇവൻറ്റ് ലൂപ്പ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ടാസ്ക് ക്യൂവിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് മൈക്രോ ടാസ്ക് ക്യൂവിലാണ്. അതായത് ജോബ് ക്യൂവിലേക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഈ പ്രോമിസിൻ്റെ ഇവിടെ കൊടുത്ത ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനാണ് ആദ്യം സ്റ്റാക്കിലേക്ക് പോയി കൊണ്ടിടുന്നത്. എന്നിട്ട് സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിൽ നേരെ എന്ത് ചെയ്യും, പുറത്ത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം പിന്നെയാണ് ടാസ്ക് ക്യൂന്ന് എടുക്കുക. ടാസ്ക് ക്യൂന്ന് എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിലിടും. കോൾ സ്റ്റാക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ ഇവൻറ്റ് ലൂപ്പാണ് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്ത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതും ഇവൻറ്റ് ലൂപ്പാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, ആദ്യം വന്നിട്ട് നോക്കും, ആ ഫംഗ്ഷൻ 1 നോക്കും. ഈ ഫംഗ്ഷൻ 1 നോക്കിയതിന് ശേഷം ഓക്കെ, ആ ഫംഗ്ഷൻ 1 കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ 1 എന്നുള്ളത് സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നേരെ എന്ത് ചെയ്യുക, ഈ സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ വെബ് എ പി ഐയിലാണ് ഈ ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, കൊണ്ടുപോയിടും. എന്നിട്ടാണ് പിന്നെ അടുത്ത ഫംഗ്ഷൻ ഇവൻറ്റ് ലൂപ്പ് തന്നെ നോക്കും. ഈ ഇവൻറ്റ് ലൂപ്പ് കോൾ സ്റ്റാക്ക് എപ്പോഴാണോ എംപ്റ്റി ആവുന്നത് അപ്പൊക്കെ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ, ഈ ഇവൻറ്റ് ലൂപ്പ് കോൾ സ്റ്റാക്കിലേക്ക് പോയി നോക്കും, എവിടെ എംപ്റ്റി ആണ്, നേരെ എവിടെ പോകും, നേരെ പോയി നോക്കുന്നത് കോഡ് ഇനിയെങ്കിലും ടാസ്ക് ക്യൂവിൽ പോയി നോക്കും എന്തെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യാൻ. പിന്നെ മൈക്രോ ടാസ്ക് നോക്കും എന്തെങ്കിലും ഉണ്ടോ പ്രിൻ്റ് ചെയ്യാൻ. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് മീൻസ് അതായത് ഇവൻറ്റ് ലൂപ്പ് എന്നുള്ള എൻ്റെ എൻഡാവും.
അതായത് ലൂപ്പ് എന്ത് ചെയ്യില്ല, വർക്ക് ആവാൻ തുടങ്ങൂല. എപ്പോഴാണോ ഈ സ്റ്റാക്ക് എം ടി ആവുന്നത് അപ്പോൾ ഒക്കെ വർക്ക് ചെയ്യുക. അതിനാണ് എൻലെസ് ലൂപ്പ് എന്ന് പേരും കൂടി ഈവൻറ്റ് ലൂപ്പിനുണ്ട്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ കോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചിത്രം, ഈ ഒരു കാണിക്കുന്ന ഡയഗ്രാം പ്രോപ്പറായി കിട്ടുന്നതിനകത്ത് കാരണം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പെന്നുണ്ടായില്ല, അപ്പോൾ കൈ കൊണ്ടാണ് വരക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോസിലും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത കോഡിനെ ഒന്നും കൂടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ സംശയം ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾ മടിക്കരുത്. മടിച്ചാൽ പിന്നെ നമുക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. മനസ്സിലായാലും വീണ്ടും പറയുന്നു, ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, ഇത് വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലായിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിൽ പെൻഡിങ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞ ഉടനെ പല പ്ലേലിസ്റ്റ് വരാനുണ്ട്. അതിൽ റിയാക്ട് വരുന്നുണ്ട്, ആംഗുലർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ നോട്ട് ജെഎസ്, മോംഗോ DB, ഇതൊക്കെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കണ്ടൻസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരെയും ഒരു IT ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പറയുക. കാരണം നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ്. കാരണം ടെക്നോളജികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരും വളരണം, നിങ്ങളും വരണം. മസ്റ്റായിട്ടും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് IT ഫീൽഡ് എന്നുള്ളത് ഒരിക്കലും ഹൈ ഡിമാൻഡുള്ള കാര്യമാണ്, ഒരിക്കലും ലോ ഡിമാൻഡുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.